പ്രതിപക്ഷ നേതാവിൻ്റെ യാത്ര എറണാകുളം ജില്ലയിലേക്ക് പ്രവേശിക്കുകയാണ്. അന്ന് തന്നെയാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ നുണ പറയൽ മത്സരം നടത്തുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു പരിപാടി കൊണ്ട് ഉദ്ദേശിച്ചത്? ഇത് കേരളത്തിൽ ജനങ്ങളാകെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് പ്രതിപക്ഷ നേതാവിൻ്റെ നുണയാണ്. ഞങ്ങൾ കുറച്ച് പേജുകളൊക്കെ ഞങ്ങളുടെ ഡിവൈഎഫ്ഐ സഖാക്കൾ തുടങ്ങിയിരുന്നു. പ്രതിപക്ഷ നേതാവിൻ്റെ നുണ. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷ നേതാവിൻ്റെ നുണയെക്കുറിച്ച് ചോദിച്ചാൽ കുറച്ച് നുണകൾ പെട്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. വേറെ ചിലത് കണ്ടാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും. അപ്പോഴാണ് ഞങ്ങൾക്ക് ഇങ്ങനൊരു ചിന്ത തോന്നിയത്. കാരണം കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്തിനെതിരെ ഇപ്പോൾ കേരള സ്റ്റോറി എന്ന സിനിമ ഇറക്കി നുണ പ്രചരിപ്പിക്കുകയാണ് സംഘപരിവാർ. അതുപോലെ കേരളത്തെ എങ്ങനെ മോശമാക്കാം, കേരളത്തിൻ്റെ വികസനത്തെ, കേരളത്തിലെ ഗവൺമെൻറ്റിനെ, കേരളത്തിലെ ജനങ്ങളെയൊക്കെ എങ്ങനെ കബളിപ്പിക്കാം എന്ന ആലോചന നടത്തി ആസൂത്രണം ചെയ്ത് നുണ പറയുന്നത് പോലെയാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് നുണ പറയുന്നത്. എത്രയെത്ര നുണകൾ! അത് ഇങ്ങനെ തുടർച്ചയായി കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നിയതാണ് ഇത് ഒരു മത്സര ഇനമായി എടുക്കാൻ പറ്റുന്നതാണ്. ഒരു പേജ് കഴിഞ്ഞ ദിവസം തുടങ്ങിയപ്പോൾ അതിനെക്കുറിച്ച് നമ്മുടെ ഡിവൈഎഫ്ഐയുടെ സഖാക്കൾ പറഞ്ഞു, തുരുതുരാ ആ പേജിനകത്തേക്ക് കണ്ടന്റുകൾ വരികയാണ് എന്ന്. കണ്ടന്റുകൾ നിൽക്കുന്നില്ല. അപ്പം മണിക്കൂറുകൾ വെച്ച് നുണ പറയുന്ന ഒരാളായി, ഒരു നേതാവായി കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് മാറി. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവിനെ ജനങ്ങൾക്ക് മുമ്പിൽ കൃത്യമായി തുറന്നു കാണിക്കുക എന്നുള്ളത് കൂടിയാണ് ഈ മത്സരം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും കേരളം ഇതിനേക്കാൾ നല്ല, മികച്ച ഒരു കോൺഗ്രസ് പ്രതിപക്ഷ നേതാവിനെ ആഗ്രഹിക്കുന്നുണ്ട്.